വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ അർജുൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിയിട്ട് സത്യഭാമ കൊണ്ടുപോയി കൊഞ്ചിക്കുകയാണ്. ആരെയാ നോക്കുന്നത്, കുഞ്ഞു വാവേ മുത്തേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ലാളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ചുറ്റും കൂടി നിൽക്കുകയാണ്. ഈ സമയത്ത് സുസ്മിത ഭാമാൻ്റിയൊക്കെ ഇങ്ങ് എത്തിയോ എന്നും പറഞ്ഞ് അങ്ങ് അകത്തേക്ക് വരികയാണ്. അന്നേരം നീ എന്തിനായിട്ട് ഇങ്ങോട്ട് വന്നത് എന്നും പറഞ്ഞ് അർജുൻ ചൂടാവുകയാണ്. അന്നേരം എൻ്റെ പൊന്നെ അർജുനേട്ടാ, ഞാൻ വഴക്കിനൊന്നും വന്നതല്ല എന്ന് സുസ്മിത പറയുകയാണ്. ഞാൻ കുഞ്ഞിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എവിടെ കുഞ്ഞ് എന്നും പറഞ്ഞ് ഭാമയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ ഇങ്ങനെ എത്തി നോക്കാനായിട്ട് വരുമ്പോൾ നിർത്ത് എന്ന് പറഞ്ഞ് ഭാമ ഇങ്ങനെ തടയുകയാണ്. നീ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാ കാണുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം രാഘവൻ നായർക്ക് ആകെ ദേഷ്യം വരികയാണ്. ഈ മരണ ഹോസ്പിറ്റലിൽ വന്നായിരുന്നോ, നിന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല, നീ എന്തിനാടി ഞങ്ങളെ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന് ഞാൻ ഉപഗ്രഹമൊന്നും അല്ല അങ്കിളേ, ഞാൻ ഒരു കുഞ്ഞ് ജനിച്ചില്ലേ, അപ്പോൾ കുഞ്ഞിനെ കാണാനായിട്ട് വന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മളെ പോലെ തന്നെ അതിന് കണ്ണും മൂക്കും ശ്വാസകോശവും എല്ലാം ഒക്കെയുണ്ട്, പക്ഷെ ചെറുതാണെന്നേ ഉള്ളൂ. പിന്നീട് ഇതല്ലേ ഒരു പുരുഷനോ യുവതിയോ ഒക്കെ ആയി മാറുന്നത്. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ രാഘവൻ നായരങ്ങ് തലവുലുക്കുകയാണ്. പിന്നെ അവളുടെ ഒരു ഇൻട്രസ്റ്റിങ്, സ്വന്തമായിട്ടൊരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് അതിനെ നോക്കി അങ്ങ് ഇൻട്രസ്റ്റ് കാണിച്ചാൽ മതി, രസിച്ച് കാണിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അത് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുമെങ്കിലേ, എനിക്കിപ്പോൾ ഒരു സ്വർണ്ണമാല ഇടണം എന്നാഗ്രഹം തോന്നിയാൽ ഞാൻ പോയി കനി കുത്തിപ്പൊളിച്ച് അവിടെ നിന്ന് സ്വർണ്ണം എടുത്തുകൊണ്ട് വന്ന് അത് ഉരുക്കി മാല ആക്കി ഇടുമോ, ഇങ്ങനെയൊക്കെ അല്ലേ കാണേണ്ടത് എന്നിങ്ങനെ പറയുകയാണ്. തുടർന്നും പിന്നെ സത്യഭാമയെയും ശാരദാമ്മയും എല്ലാവരെയും അങ്ങ് കുഴപ്പം വരുത്തിക്കാനും ഒക്കെ പറയുകയാണ്. തുടർന്നും പിന്നെ സത്യഭാമ പറയുന്നുണ്ട്, നിന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല സുസ്മിതയെ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നതെന്ന് ഭാമ വെട്ടി തുറന്ന് ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെ ആൻറ്റി കാര്യത്തിലേക്ക് വാ, എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല എന്നുള്ളത് അതെന്താണ് കാരണമെന്ന് എന്നെ ആൻറ്റി കൂടി പറയണം. ഞാൻ സത്യം പറയുന്നത് കൊണ്ടാണ് എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതെന്ന് പറയുകയാണ്. തുടർന്ന് അവളുടെ ഒരു സത്യം കാരണം നോക്കിയൊന്ന് തന്നാലുണ്ടല്ലോ എന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ കൈ ഓങ്ങുകയാണ്. അന്നേരം പറയുന്നുണ്ട്, ഇത് ചൂടാവാതെ നിൽക്ക് വിഷ്ണു ഏട്ടാ, ഞാൻ സത്യം അല്ലേ പറയുന്നുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ വിഷ്ണു ഒന്നുകൂടി ചോദിക്കുകയാണ്, നീ അല്ലേടി കള്ളം പറഞ്ഞ് ശ്യാമ ഗർഭിണി അല്ല എന്നും പറഞ്ഞ് അമ്മയും ഡോക്ടറെയും ഒക്കെ കൂട്ടിക്കൊണ്ട് ശാരദാമ്മയുടെ വീട്ടിൽ പോയത്, അപ്പോൾ അവിടെ എന്നിട്ട് എന്തായിടി എന്നൊക്കെ ചോദിക്കുമ്പോൾ പക്ഷേ സുസ്മിത കട്ടാക്കി നിൽക്കുകയാണ്. അപ്പോൾ ശ്യാമ ഗർഭിണി അല്ല എന്ന് പറഞ്ഞത് ഞാനെന്ന് തന്നെയാണ്, പക്ഷേ ഇതുപോലെ തന്നെ വിഷ്ണുവേട്ടൻ്റെ ഭാര്യ ശാലിനി ഗർഭിണി അല്ല എന്നും പറഞ്ഞത് ഞാൻ തന്നെയാണ്. അന്ന് പറഞ്ഞത് കള്ളമായിരുന്നെങ്കിൽ ഇതുപോലെ ഒരു കുഞ്ഞ് ഇപ്പോൾ ശാലിനിയുടെ കയ്യിലും ഇരുന്നേണേ. സമയവും ഡേറ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് അല്ലേ ശാരദാമ്മയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ശാരദാമ്മയും ശ്യാമയും ഒക്കെ വിയർക്കുകയാണ്. വിഷ്ണു സത്യഭാമയും ഒക്കെ ശാരദാമ്മയെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് പിന്നെ ഈ കുഞ്ഞ് ഏതാണെന്ന് ശ്യാമ തന്നെ പറയണം അല്ലേ ശ്യാമയെന്നും പറഞ്ഞ് ശ്യാമയെ നോക്കുമ്പോൾ ശ്യാമ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിയർക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ ഇങ്ങനെ നോക്കുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുകയാണ്. തുടർന്നും ശ്യാമയുടെ വെപ്രാളം കണ്ടിട്ട് ശ്യാമ തന്നെ പറയുന്നുണ്ട്, അല്ല ശ്യാമ പ്രസവിച്ചല്ലേ കുഞ്ഞിനെ, അതുകൊണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുകയാണ്. തുടർന്ന് ഒരു സംശയം കൂടി ഞാൻ ചോദിക്കട്ടെ ശ്യാമേ, സാധാരണ ഡെലിവറിയൊക്കെ കഴിഞ്ഞാൽ ഒരാഴ്ച റെസ്റ്റൊക്കെ കഴിഞ്ഞാണ് ഹോസ്പിറ്റലിൽ നിന്ന് വിടാറുള്ളത്, എന്താ ശ്യാമയ്ക്ക് അതൊന്നും വേണ്ടേ എന്ന് ചോദിക്കുകയാണ്. ശ്യാമ നന്നായിട്ട് അങ്ങ് വിയർക്കുന്നുണ്ട്, കൈവച്ചിങ്ങനെ വിയർപ്പൊക്കെ ഇങ്ങനെ തുടക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് ശാരദാമ്മ പറയുകയാണ്, അവൾക്ക് നോർമൽ ഡെലിവറി ആയിരുന്നല്ലോ, അപ്പോൾ പ്രശ്നമൊന്നും ഇല്ല എന്നാ ഡോക്ടർ പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത് എന്ന് കൂടി ശാരദാമ്മ പറയുമ്പോൾ അപ്പോൾ ശാരദാമ്മയ്ക്കാണ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നത്. ശാരദാമ്മയല്ലേ എല്ലാത്തിനും ഉത്തരം പറയേണ്ടത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാരദാമ്മയെ ഒന്ന് ടെൻഷനിലാവുകയാണ്. തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട്, നീ എന്തിനാ പിന്നെയും ഇവിടേക്ക് വരുന്നത്, നിൻ്റെ ഷോ കാണാനൊന്നും അല്ല ഞങ്ങളിവിടെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ആൻറ്റി നേരെ ചോദിച്ചത് കൊണ്ട് ഞാൻ നേരെ മറുപടി പറഞ്ഞതേ ഉള്ളൂ. ഇനി കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ രോഹിത് ദത്തുപുത്രനാണെങ്കിലും ആൻറ്റിയുടെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞാണല്ലോ ഇപ്പം ഈ വീടിൻ്റെയും സ്വത്തുക്കളുടെയും ഒക്കെ ഒരേ ഒരു അവകാശി. അപ്പോൾ എൻ്റെ അമ്മയും ആൻറ്റിയും തമ്മിലുള്ള പാർട്ണർഷിപ്പിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ എന്ന് പറയുന്നുണ്ട്. അതിന് മുന്നേ പറയുന്നുണ്ട്, വിഷ്ണുവേട്ടനും ശാലിനിയും തമ്മിൽ പിരിഞ്ഞ സ്ഥിതിക്ക് ഇനി അവർക്കൊരു കുഞ്ഞുണ്ടാകാനായിട്ട് പോണില്ല എന്ന് പറയുമ്പോൾ ഇറങ്ങി പൊടി എന്ന് പറഞ്ഞ് വിഷ്ണു സുസ്മിത അടിക്കാനായിട്ട് ഇങ്ങനെ കൈ ഓങ്ങുകയാണ്. അന്നേരം ചൂടാവല്ലേ വിഷ്ണുവേട്ടാ, ഞാൻ പറയുന്നത് കേൾക്കെന്ന് പറഞ്ഞിട്ടാണ് ഈ അമ്മയും ഭാമാൻ്റിയും തമ്മിലുള്ള പാർട്ണർഷിപ്പിൻ്റെ കാര്യം പറയുന്നത്. അന്നേരം വിഷ്ണു ഒന്നടങ്ങുകയാണ്, ഭാമയും മിണ്ടുന്നില്ല. തുടർന്നും പറയുകയാണ്, അപ്പോൾ ആ ബന്ധം അത് ഒരിക്കലും പിരിയാനായിട്ട് സാധിക്കില്ലല്ലോ, സ്വത്തൊക്കെ എവിടെ പോയാലും പാർട്ണർഷിപ്പ് ബിസിനസ് മുന്നോട്ട് പോകുക തന്നെ
ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നത്. നിങ്ങളാർക്കും എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ വരിക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും ഒക്കെ കാലശേഷം എന്നിങ്ങനെ പറയുമ്പോൾ എന്നിങ്ങനെ രാഘവൻ നായർ വിളിക്കുകയാണ്. അന്നേരം അയ്യോ അങ്ങനെ പറയുന്നതിൽ ക്ഷമിക്കണം കേട്ടോ, കൂടെ എൻ്റെ അമ്മയും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കാലശേഷം ഞാനും ഈ കുഞ്ഞും തമ്മിലാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ നടത്തേണ്ടത്. അപ്പോൾ എൻ്റെ ഭാവി പാർട്ട്ണറെ ഞാനൊന്ന് കാണട്ടെ, ഇനി വാവ ഇനി വന്നേന്നും പറഞ്ഞ് സത്യഭാമയുടെ കയ്യിൽ നിന്നും ബലമായിട്ട് കുഞ്ഞിനെ അങ്ങ് എടുക്കുകയാണ്. അന്നേരം അർജുനും രോഹിത്തും വിഷ്ണുവും ഭാമയും രാഘവൻ നായരും ഒക്കെ അങ്ങ് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് സുസ്മിതയുടെ പ്രവൃത്തി കണ്ടിട്ട്. തുടർന്ന് വാവയെന്നും പറഞ്ഞ് ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ ലാളിക്കുമ്പോൾ കുഞ്ഞങ്ങ് പെട്ടെന്ന് അങ്ങ് ഉച്ചത്തിൽ അങ്ങ് കരയുകയാണ്. അന്നേരം സുസ്മിതയെ ഒരു നിമിഷം ഭയക്കുകയാണ്. അയ്യോ കുഞ്ഞ് കരയുന്നല്ലോ എന്നും പറഞ്ഞ് സുസ്മിത ഇങ്ങനെ എല്ലാവരെയും നോക്കുകയാണ് കുഞ്ഞിനെ വെച്ചുകൊണ്ട്. തുടർന്ന് കുഞ്ഞിനെ ഇങ്ങി താടിയെന്നും പറഞ്ഞ് സത്യഭാമ ബലമായിട്ട് കുഞ്ഞിനെ സുസ്മിതയുടെ കയ്യിൽ നിന്നും വാങ്ങുകയാണ്. എന്നിട്ട് പൊന്നെന്തിനാ കരയുന്നത്, ഈ വീടൊക്കെ കണ്ടിട്ടാണോ, നമ്മളെല്ലാവരും ഇവിടെയാണ് താമസിക്കുന്നതെന്ന് പറയുന്നത്. ശാരദാമ്മ ഇങ്ങനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കുഞ്ഞിനെ. ഒരു കരച്ചിൽ നിർത്തുന്നല്ലോ എന്നും പറഞ്ഞ് എല്ലാവരും അങ്ങ് വെപ്രാളത്തിലാണ്. തുടർന്ന് ശ്യാമയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊണ്ടു കൊടുക്കുകയാണ്. അന്നേരം ശ്യാമയും ഇങ്ങനെ കുഞ്ഞിനായിട്ട് ഇങ്ങനെ താരാട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കുഞ്ഞാണെങ്കിൽ അങ്ങ് ഉച്ചത്തിൽ അങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് പിന്നെ വിഷ്ണു അങ്ങ് ദേഷ്യപ്പെടുകയാണ്. ആളും വീടും ഒന്നും അല്ലമേ പ്രശ്നം, ഇവള് തന്നെയാണ് പ്രശ്നമെന്നും പറഞ്ഞ് സുസ്മിതയ്ക്ക് നേരെ ഇങ്ങനെ കൈ ചൂണ്ടുകയാണ്. അന്നേരം അർജുൻ ഒരു നിമിഷം ഇങ്ങനെ സുസ്മിതയെ നോക്കിയിട്ട് ആലോചിക്കുന്നുണ്ട്. തൻ്റെ കുഞ്ഞിനൊരിക്കൽ ആ കുറുക്കിൽ സുസ്മിത ഡ്രഗ് കലക്കി കൊടുത്തൊക്കെ ഓർമ്മിച്ചിട്ട് പറയുകയാണ്, അതെ ഇവള് തന്നെയാണ് പ്രശ്നം, ഇവളെന്തോ ചെയ്തതാണ് എന്നിങ്ങനെ വിഷ്ണു അല്ല അർജുനും ഇങ്ങനെ കൈ ചൂണ്ടി ദേഷ്യപ്പെടുമ്പോൾ സുസ്മിത പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തെന്നാണ്, ഞാൻ കുഞ്ഞിനെ എടുക്കുന്നത് നിങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിന്നതല്ലേ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് രോഹിത് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ത്തുമെന്ന് പറയുകയാണ്. എന്നിട്ട് സുസ്മിത ഒരു നിമിഷം അങ്ങ് പേടിക്കുകയാണ്. തുടർന്ന് ഇറങ്ങിപ്പോടി, നീ എന്ത് കാണാനാണ് നിൽക്കുന്നതെന്നും പറഞ്ഞ് വിഷ്ണു ദേഷ്യപ്പെടുകയാണ്. തുടർന്ന് സുസ്മിത എങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ആകെ പേടിച്ച് സുസ്മിത പോകാൻ തുടങ്ങുമ്പോൾ രാഘവൻ നായർ വിളിക്കുകയാണ്, നിൽക്കടി എവിടെ, നീ ഇനി ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റിയിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ്. അതായത് സുസ്മിത ഇങ്ങനെ പെട്ടുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, അച്ഛൻ പറഞ്ഞത് കേട്ടില്ല, എങ്ങോട്ട് മാറി നിൽക്കടി എന്ന് പറയുകയാണ്. തുടർന്ന് സുസ്മിത പറയുന്നുണ്ട്, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ രോഹിത്തിൻ്റെ കുഞ്ഞിനോട് ഞാൻ എങ്ങനെ ചെയ്യുമോ, ഒന്നുമില്ലെങ്കിലും രോഹിത്തിൻ്റെ ഭാര്യയായിട്ട് കുറേ കാലം ഞാനും ജീവിച്ചല്ലേ എന്ന് പറയുമ്പോൾ രോഹിത്തിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്നെ കൊക്കയിലേക്ക് ചവിട്ടി താഴ്ത്തിയവളല്ലേ നീ, കൂടുതൽ നിഷ്കളങ്കയെന്ന് നീ ചമയണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ആൻറ്റി എന്നും പറഞ്ഞ് കേട്ടോ ആൻറ്റി എന്നും പറഞ്ഞിങ്ങനെ സത്യഭാമയുടെ അടുത്തേക്ക് തിരിയുകയാണ്. അന്നേരം നീയല്ലേ പറഞ്ഞത് നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം, നിന്നെ ആരും വിലക്കില്ല, ഞാൻ പോലും വിലക്കില്ല എന്നൊക്കെ, പക്ഷേ ഇന്നിനി എപ്പോൾ ഇവിടെ നിന്നും പോകണമെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറയുകയാണ്. അന്നേരം അത് ആൻറ്റി എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ പെട്ടെന്ന് അങ്ങ് മുഖം തിരിക്കുകയാണ്. പക്ഷേ ഈ കുഞ്ഞാണെങ്കിൽ കരച്ചിൽ നിർത്തുന്നേ ഇല്ല. തുടർന്ന് ശ്യാമയുടെ ടെൻഷനൊക്കെ കണ്ടിട്ട് ശാരദാമ്മയും അങ്ങ് പേടിയാവുകയാണ്. ശാരദാമ്മ ഇരിക്കുന്നുണ്ട്, ശ്യാമയ്ക്ക് കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് സാധിക്കില്ലല്ലോ, ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്നിങ്ങനെ പറഞ്ഞ് ശാരദാമ്മ ഇങ്ങനെ ടെൻഷൻ ഇരിക്കുമ്പോൾ രോഹിത് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ എടുക്കാമെന്നും പറഞ്ഞ് കുഞ്ഞിനെ എടുക്കുകയാണ്. അച്ഛൻ്റെ മോള് കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ താലോലിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കുഞ്ഞാണെങ്കിൽ കരച്ചിൽ നിർത്തുന്നില്ല. എന്തൊക്കെയൊക്കെ ഈ കുഞ്ഞ് കരയുമ്പോൾ വിഷ്ണുവിന് ആകെപ്പാട് ഒരു വെപ്രാളമാണ്. അന്നേരം കരച്ചിൽ നിർത്തുന്നില്ലല്ലോ എന്നും പറഞ്ഞിങ്ങനെ രോഹിത് കുഞ്ഞിനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഹിത്തെ ഞാൻ എടുക്കാം എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു അടുത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് രോഹിത്ത് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ ഇങ്ങനെ വച്ചു കൊടുക്കുകയാണ്. പക്ഷേ വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് എത്തിയ ഉടനെ കുഞ്ഞിങ്ങ് കരച്ചിൽ നിർത്തുകയാണ്. വിഷ്ണുവിനെ നോക്കി അങ്ങ് ചിരിക്കുകയാണ്. അങ്ങനെ കരയണ്ടാട്ടോ എന്നിങ്ങനെ വിഷ്ണു 2-3 വട്ടം പറയുമ്പോൾ കുഞ്ഞങ്ങ് കരച്ചിൽ നിർത്തി ചിരിച്ചിങ്ങനെ വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം അത് കൊള്ളാമല്ലോ, വല്യച്ഛൻ്റെ കയ്യിലെത്തിയപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്നു എന്നിങ്ങനെ സത്യഭാമ പറയുകയാണ്. വിഷ്ണുവും പറയുന്നുണ്ട്, അർജുനും പറയുന്നുണ്ട് കുഞ്ഞ് കരച്ചിൽ നിർത്തിയെന്ന്. അന്നേരം ശാരദാമ്മ പറയുകയാണ്, വല്യച്ഛനല്ല സത്യാമ്മ, അച്ഛൻ തന്നെയാണ്, രക്തത്തെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ് ശാരദാമ്മ വിഷ്ണുവിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെയും വിഷ്ണുവിനെയും അങ്ങ് മാറി നോക്കി അങ്ങ് നിൽക്കുകയാണ്. വിഷ്ണു അങ്ങ് താലോലിക്കുകയും കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ആ കുഞ്ഞിനെ. ഇതിനിടയ്ക്കൊക്കെ ശാലിനി ഓട്ടോയിൽ വരുന്നതേ ഉള്ളൂ, ഇതുവരെ സത്യഭാമയുടെ വീട്ടിലെത്തിയില്ല, ഇങ്ങനെ വരുന്നതേ കാണിക്കുന്നുള്ളൂ. തുടർന്ന് കുഞ്ഞിനെ ഇങ്ങി താടാന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് സ്നേഹത്തോടു കൂടി സത്യഭാമ കുഞ്ഞിനെ വാങ്ങി കുഞ്ഞിനെയും കൊണ്ട് വീണ്ടും മുത്തശ്ശിയുടെ മുത്തേ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി സെറ്റിയിൽ എങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ അർജുനോട് കണ്ണ് കാണിക്കുകയാണ്, പറയടാ എന്ന്. അന്നേരം സുസ്മിത പോയിട്ടില്ല, സുസ്മിത അവിടെ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് സത്യാമ്മയെന്ന് വിളിച്ചിട്ട് അർജുൻ കാര്യം അവതരിപ്പിക്കുകയാണ്. സത്യാമ്മ, ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി വന്നിരിക്കുകയല്ലേ, എല്ലാവർക്കും സന്തോഷമുള്ള ദിവസം തന്നെയാണ്, നിമിഷങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മുടെ കുടുംബചിത്രം പൂർണ്ണമാകണമെങ്കിൽ ഒരാൾ കൂടി വേണ്ടേ എന്നിങ്ങനെ പറയുമ്പോൾ
സത്യഭാമ ഇങ്ങനെ അർജുനെ നോക്കുകയാണ്. അന്നേരം ശാലിനിയുടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ശാലിനി കാരണമല്ലേ നമുക്ക് ഈ സന്തോഷങ്ങളെല്ലാം ഉണ്ടായത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവിനെ ഇങ്ങനെ ഭാമ നോക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ കയ്യും കെട്ടി തന്നെ ആ ഒരു വിഷമാവസ്ഥയിൽ നിൽക്കുകയാണ്. ശാരദാമ്മ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് രോഹിത്തും പറയുന്നുണ്ട്, ശാലിനി കാരണമല്ലേ ഞാനും ശ്യാമയും തമ്മിലുള്ള പിണക്കം മാറിയതും ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയതും, അതിന് കിട്ടിയ വരദാനമല്ലേ ഈ കുട്ടി. അപ്പോൾ ശാലിനിയെ തിരിച്ച് വിളിക്കണം സത്യാമ്മയെന്ന് പറയുകയാണ്. തുടർന്ന് വീണ്ടും അർജുൻ പറയുകയാണ്, സത്യാമ്മ കുഞ്ഞിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. പ്രീതിയും പാറും ഒക്കെ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് ശാലിനി കാരണമല്ലേ. അന്ന് പ്രീതി കോമ സ്റ്റേജിൽ കിടന്നപ്പോഴും പ്രീതിയുടെ ഗർഭാവസ്ഥയിലും ഒക്കെ കുഞ്ഞിനെ സംരക്ഷിച്ചത് പിന്നെ ശാലിനിയല്ലേ. ഈ വീട്ടിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ശാലിനി ചെയ്തത്. അന്ന് എൻ്റെ പാറുക്കുട്ടിക്ക് പ്രീതി അമ്മയായിട്ട് മാറി നല്ലതുപോലെ അവളെ നോക്കിയില്ലേ, എല്ലാ കാര്യങ്ങളും ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ സത്യഭാമയുടെ മുഖം ദേഷ്യം തന്നെയാണ്. പക്ഷെ ഒരല്പം മനസ്സലിവൊക്കെ വരുന്നുണ്ട്. തുടർന്നും സുസ്മിത അങ്ങ് മനസ്സിൽ കരുതുകയാണ്, അപ്പോൾ ഒരു ഇത്തിരി സ്ഥലം കിട്ടിയപ്പോൾ ഇവർ അതിനുള്ളിൽ ശാലിനിയെ തിരികെ കയറ്റാൻ നോക്കുകയാണോ, ദേഷ്യം നാശം എന്നൊക്കെ പറഞ്ഞിങ്ങനെ സുസ്മിത ദേഷ്യത്തിരിക്കുകയാണ്. തുടർന്ന് രാഘവനാരും പറയുന്നുണ്ട്, ഭാമേ ഒരല്പം വിട്ടുവീഴ്ചയാകാം, പിന്നെ വിട്ടുവീഴ്ചയെന്നല്ല അല്പം മനസാക്ഷി അത് തന്നെ ആവാം. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ശാലിനി ചെയ്തിട്ടുള്ളത്, അപ്പോൾ അവളെ തിരിച്ച് വിളിക്കാം എന്നിങ്ങനെ രാഘവൻ നായരും പറയുകയാണ്. തുടർന്ന് അർജുനും പറയുകയാണ്, പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുമ്പോഴല്ലേ മഹത്വം വർദ്ധിക്കുന്നത്. ഇതിപ്പോൾ വിട്ടുകൊടുത്തു എന്ന് വെച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി അങ്ങ് നിർബന്ധിക്കുമ്പോഴും സത്യഭാമയുടെ മനസ്സിങ്ങനെ അലിയുകയാണ്. അതേരും ശാലിനി വന്നുകൊണ്ടിരിക്കുന്നേ കാണിക്കുന്നുള്ളൂ. ഇത്രയും ആകുമ്പോൾ പുതിയ എപ്പിസോഡ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി ശാലിനിയെ തിരികെ വിളിക്കാനായിട്ട് സത്യഭാമ തയ്യാറാകും. പക്ഷേ ഈ സുസ്മിത പോയിട്ടില്ലല്ലോ. സുസ്മിത വീണ്ടും അവിടെ IAS കഥ, ശാലിനി IAS കഥ അവിടെ പറയും. അപ്പോൾ സത്യഭാമയ്ക്ക് വീണ്ടും അവിടെ ദേഷ്യം വരികയാണ് ചെയ്യുന്നത്. അതിനോടകം തന്നെ ശാലിനി സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തും. ഈ സംഭവങ്ങൾക്കെല്ലാം സാക്ഷിയാകും. അതൊക്കെ ഇനി മറ്റന്നാളത്തെ എപ്പിസോഡിലാണ് വരും എപ്പിസോഡുകൾ. ഓക്കെ, താങ്ക് യു.